കുഞ്ഞുണ്ണി മാഷിന്റെ ജീവിതത്തിലെ വളരെ രസകരവും എന്നാൽ വലിയൊരു പാഠം ഉൾക്കൊള്ളുന്നതുമായ മറ്റൊരു കഥ ഇതാ. ഒരിക്കൽ മാഷ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. വല്ലാതെ കറുത്ത് ഉയരം കുറഞ്ഞ മാഷിനെ കണ്ടപ്പോൾ അടുത്തിരുന്ന ഒരാൾക്ക് അദ്ദേഹം ഒരു വലിയ കവിയാണെന്നോ പണ്ഡിതനാണെന്നോ തോന്നിയില്ല. ആ യാത്രക്കാരൻ മാഷിനെ പരിഹസിക്കാനായി ചോദിച്ചു, എന്താടോ താൻ വല്ല പണിക്കും പോകുകയാണോ? താൻ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? മാഷ് ശാന്തനായി മറുപടി പറഞ്ഞു, അതെ, ഞാൻ പണിക്ക് പോകുന്ന ആളാണ്, കുറച്ചൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അയാൾ വീണ്ടും ചോദിച്ചു, തനിക്കെന്നെ അറിയാമോ? ഞാൻ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ താൻ? മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുണ്ണി മാഷിനെയോ? ഞാൻ ഇടയ്ക്കൊക്കെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട്. ആ മറുപടി കേട്ടതും കൂടെയുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് താൻ പരിഹസിച്ചത് ആരെയാണെന്ന് ആ മനുഷ്യന് മനസ്സിലായത്. അയാൾ വല്ലാതെ ലജ്ജിച്ചുപോയി. ഈ കഥ നൽകുന്ന പാഠങ്ങൾ: അഹങ്കാരം പാടില്ല. നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വില കുറച്ച് കാണരുത്. വിദ്യ കൂടുംതോറും വിനയമാണ് കൂടേണ്ടത്. ലാളിത്യത്തിന്റെ കരുത്ത്: എത്ര വലിയ ആളായാലും എളിമയോടെ പെരുമാറുന്നതാണ് യഥാർത്ഥ മഹത്വം. ക്ഷമ: പരിഹസിക്കുന്നവരോട് ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ മറുപടി നൽകാൻ മാഷിന് കഴിഞ്ഞു. മാഷിന്റെ വരികളിലെ ചിന്ത: മാഷ് എപ്പോഴും പറയുമായിരുന്നു, ലോകം നന്നാവാൻ ഓരോരുത്തരും താൻ നന്നാവാൻ ശ്രമിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വഭാവം ശരിയാക്കിയാൽ ഈ ലോകം താനേ നന്നാകും എന്നാണ് മാഷ് പഠിപ്പിച്ചത്.